എന്നും സർവകലാശാലകളും മാറി മാറി വരുന്ന സർക്കാരുകളും തമ്മിൽ പല തർക്കങ്ങളുമുണ്ട്. അവരുടെ ഏറ്റവും പുതിയത് കാലടി സർവകലാശാലയിലെ വിഷയമാണ്. SFIയുമായി ബന്ധപ്പെട്ട് സർക്കാർ ഇപ്പോൾ പറയുന്നത്, പുതിയ സർക്കാർ പറയുന്നത് സർവകലാശാലകളിൽ ഒരു ശുദ്ധീകരണം നടത്തുമെന്നാണ്. എങ്ങനെ ശുദ്ധീകരണം നടത്താനാണ്? എന്താണ് ഈ കാലടി സർവകലാശാലയിൽ പോലും എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് നീക്കം? എന്താണ് അറിയാനാവുന്നത്? സർക്കാരിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ സർവകലാശാലകളിൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ അതിപ്രസരമുണ്ട് എന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാർ നിലപാടെടുത്തിരിക്കുന്നത്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തെ സർക്കാർ എതിർക്കുന്നില്ല. പക്ഷേ അതേസമയം തന്നെ അവിടുത്തെ എത്തുന്ന അധ്യാപകർ, അതുപോലെ തന്നെ മറ്റ് പദവികളിലിരിക്കുന്ന സുപ്രധാന പദവികളിലുള്ളവർ, അവരെ ഏതെങ്കിലും തരത്തിൽ അവരെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ട്, അവരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് ഒരു സമരത്തെയും അനുവദിക്കില്ല എന്നുള്ളതാണ് സർക്കാരിന്റെ നിലപാട്. അത് കാലടിയിൽ സിസ തോമസിന്റെ കാര്യത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എടുത്ത നിലപാട് അത് തന്നെയാണ്. അത് മറ്റ് സർവകലാശാലകളിലും ആ രീതിയിൽ തന്നെയായിരിക്കും. പക്ഷേ സർക്കാരിന് മുന്നിൽ ഒരു സമ്മർദ്ദമുണ്ട്. കാരണം ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി ഗവർണറുടെ ഭാഗത്തു നിന്ന് ഈ വിഷയങ്ങളിലൊക്കെ തന്നെ കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടാകുന്നത് അത് സർക്കാരിനപ്പുറത്തേക്കുള്ള ഒരു നീക്കത്തിലേക്ക് പോകുന്നു. മുഖ്യമന്ത്രി തന്നെ ചില ഘട്ടത്തിൽ വിമർശനം ഉന്നയിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. അത് ഏതറ്റം വരെ പോകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതേസമയം തന്നെ CPM-ഉം ഇടതുപക്ഷവും SFI എല്ലാം തന്നെ ആരോപിക്കുന്നത് ഒരു കൂട്ടുകക്ഷി സംവിധാനത്തിന്റെ ഭാഗമായാണ് ഇപ്പോൾ പോകുന്നത്. ഗവർണർക്ക് സർവകലാശാലകളെ നിയന്ത്രിക്കാനുള്ള അവസരം സംസ്ഥാന സർക്കാർ ഒരുക്കുന്നു എന്നുള്ളതാണ് SFI ഉൾപ്പെടെയുള്ളവർ ആരോപിക്കുന്നത്. ഇന്നിപ്പോൾ കാലടിയിൽ വീണ്ടും സമരം ആരംഭിക്കുകയാണ്. ആ സമരം തുടർച്ച മുന്നോട്ട് പോകും. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യം ഐഷി ഘോഷ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇന്ന് എത്തുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ കൂടുതൽ ശക്തമായ സമരത്തിലേക്ക് കാലടിയിൽ പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾ പറയുന്നത് ഒരു തരത്തിലുള്ള അതിക്രമമോ മറ്റ് സമര പ്രശ്നങ്ങളോ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതായത് VC-ക്കെതിരായ ഒരു സമരമായിട്ടല്ല അതിനെ കണ്ടത്. VC അവിടെ ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടുന്നില്ല. അതുകൊണ്ട് തിയേറ്റർ വിദ്യാർത്ഥികൾ നടത്തിയൊരു പ്രതീകാത്മക സമരം മാത്രമാണ് അവിടെ ഉണ്ടായത്. ആ സമരത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഉൾപ്പെടെയുള്ളവർ വേറെ തരത്തിൽ ചിത്രീകരിച്ചു, വക്രീകരിച്ചു എന്നൊക്കെയാണ് SFI ആരോപിക്കുന്നത്. ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ സർക്കാരിന്റെ ഭാഗത്തൊക്കെ തന്നെ മറുപടി പറയേണ്ടതുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ SFI സർക്കാർ പോരിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു. ഒപ്പം ഇതിനൊരു ഭാഗത്ത് ഗവർണറുമുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്.